ചോദിച്ചോ. സാറ് ലൈസൻസ് എടുത്തില്ല എന്ന് പറഞ്ഞു. അത് സാറിന്റെ ഇഷ്ടം. ലീഗലി അത് ഇന്ത്യൻ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം അത് ലീഗലി ഇത് തെറ്റാണെങ്കിലും സാറിന് ലൈസൻസ് എടുക്കണോ വേണ്ടോ എന്നത് സാറിന്റെ ഇഷ്ടം. ഇപ്പോൾ ലൈസൻസ് എടുത്താൽ അത് സാറിന് ആ ലീഗൽ ബാരിയർ സാറിന് അങ്ങ് തരണം ചെയ്യാം. ആ ഭാഗം നോക്കണ്ട. അതുപോലെ തന്നെ സാറിപ്പോ ഒരു എക്യുപ്മെന്റ്സ് ഒന്നും ഉപയോഗിക്കാതെ എടുക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സാറിന് എക്യുപ്മെന്റ്സ് ഇപ്പോൾ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ സാറിന്റെ സേഫ്റ്റിയും കൂടിയാണ് കൂടുന്നത്. അതുപോലെ തന്നെ എനിക്ക് സർപ്പേനെ പറ്റി പറയാനുള്ളത്, ഇപ്പോൾ പബ്ലിക്കിലേക്ക് അത് ഒത്തിരി വന്നിട്ടില്ല. അത് കാരണം തന്നെ ഈ സർപ്പ ആപ്പിലൂടെ നമുക്ക് ഈ സ്നേക്ക് റെസ്ക്യൂസിനെ പിടിക്കുന്നതിന് പകരം അവർ കോമൺ ആയിട്ട് അവർക്ക് അറിയാവുന്ന ആൾക്കാരെ തന്നെ വിളിക്കുള്ളൂ. അത് കാരണം തന്നെ സർപ്പ ആപ്പിന്റെ കാര്യം സർപ്പ ആപ്പ് പോപ്പുലർ ആയിട്ടില്ലെന്നാ പറയുന്നത്. അത് എനിക്ക് തോന്നുന്നു സർപ്പ ആപ്പൊക്കെ പോപ്പുലർ ആയിട്ട് ഒരുപാട് നാളായി പോലെ അറിയുന്നുണ്ട്. ഒരുപാട് സർപ്പ ആപ്പ് നിലവിൽ വന്നിട്ട് 5 വർഷമായിട്ടുള്ള ഏതൊരു ആപ്പും അല്ലെങ്കിൽ ഏതൊരു സിസ്റ്റവും വരുമ്പോ 5 വർഷം, ഇത് 5 വർഷം വളരെ ചുരുങ്ങിയ കാലയളവാണ്. അപ്പൊ ഇതൊക്കെ പൊതുജനങ്ങളിലേക്ക് എത്തുന്നതിന് ഒരുപാട് സമയം നമ്മൾ കോളേജുകളിൽ പഞ്ചായത്തുകളിലെല്ലാം ക്ലാസ് കൊടുക്കുന്നുണ്ട് സാർ. അവയർനെസ് ക്ലാസ് കൊടുക്കുമ്പോൾ സർപ്പ ആപ്പിന്റെ കാര്യം പറയാനുള്ളത് സർപ്പ ആപ്പ് ഞങ്ങൾ സുവോളജി പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. ഞങ്ങൾ സർപ്പ എന്ന ആപ്പിനെ പറ്റി ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല. ഞങ്ങൾ സുവോളജി പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങൾ ഇതിനെ പറ്റി അറിഞ്ഞിട്ടില്ല. പിന്നെ അറിഞ്ഞത് ഇന്നാണ്. ഞങ്ങൾ അതിൽ ലോഗിൻ ചെയ്യാൻ ചെയ്തപ്പോ ടെക്നിക്കൽ ഇഷ്യൂ ഓക്കെ ആപ്പിന് ഉണ്ടാവും. പക്ഷെ നിങ്ങളുടെ ഈ സർപ്പ പോപ്പുലർ ആവാത്തതും കൊണ്ടാണ് പുള്ളിക്കാരന്റെ രീതിയും പുള്ളിക്കാരന് സേഫ് ആണ്. പുള്ളിക്കാരനെ വിളിച്ചാൽ നമുക്ക് എന്തുകൊണ്ട് സേഫ് ആണെന്ന് അറിയണേ കൊണ്ടാണ് മൂപ്പരെല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനാണെങ്കിലും ഞാൻ വിളിക്കുന്ന വാവാ സുരേഷിനെ തന്നെ ആയിരിക്കും. കാരണം ഞാൻ ചെറുപ്പം മുതലേ എനിക്ക് പാമ്പിനെ ഭയങ്കര ഇഷ്ടമാണ്. അത് പുള്ളിക്കാരൻ എനിക്കിഷ്ടമാണ്. പുള്ളിക്കാരന്റെ കയ്യിൽ നിന്നാണ് ഞാൻ ചെറുപ്പം മുതലേ പഠിച്ചു വരുന്നത്. അതായത് ചേര ഇല്ലല്ല, ഞാൻ അനുകരിക്കാൻ നിന്നിട്ടില്ല. കാരണം അവയർനെസ് ഇല്ല അവയർനെസ് തരുന്നുണ്ട്. അതായത് ഇത് ഹാൻഡിൽ ചെയ്താൽ ഇത് പ്രശ്നമാണ് എന്ന് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. നമ്മൾ നിങ്ങൾ ഈ വനംവകുപ്പുകാർ ഇദ്ദേഹത്തിനെ ഇങ്ങനെ ഒറ്റപ്പെടുത്താതെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.